ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു JhillMill. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ക്യൂട്ട് ഹാങ്ങിങ് ഫോട്ടോ ഫ്രെയിമാണ്. ഈ ക്രാഫ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രെയിംസ് ചെയ്തെടുക്കുന്നത് മാക്രോണി യൂസ് ചെയ്താണ്. സാധാരണ മാക്രോണീസ് നമ്മൾ കഴിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇന്ന് നമുക്ക് ഈ മാക്രോണി വെച്ച് നല്ലൊരു ക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ മാക്രോണീസ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ പാസ്തയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫുഡ് ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇന്ന് ആ മാക്രോണി വെച്ച് എങ്ങനെ നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിന് ആദ്യമായിട്ട് നമുക്ക് ആവശ്യം 3 പേപ്പർ കട്ടിങ്സ് ആണ്. അത് കുറച്ച് കട്ടിയുള്ള പേപ്പേഴ്സ് ആയിരിക്കണം. ചാർട്ട് പേപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ആ പേപ്പേഴ്സിലോട്ട് ഞാൻ 3 ഡിസൈൻസ് വരച്ചു കൊടുക്കുവാണ്. ഇപ്പം ഞാനിവിടെ ഹാർട്ടിൻ്റെയും ഒരു റൗണ്ടും പിന്നെ ഒരു ജസ്റ്റ് ഒരു ഫ്ലവർ ഷേപ്ഡ് ആയിട്ടുള്ള ഡിസൈൻ വരച്ചു കൊടുക്കുവാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ സെയിം ഡിസൈൻ വരച്ചെടുക്കുകയാണ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഡിസൈൻ. അപ്പോൾ നമ്മളത് ഇതേപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഓരോ പീസും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാക്രോണി ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരേ ഡയറക്ഷനിലായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം എന്നില്ല. നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അത് ഫുള്ളായിട്ട് കവേർഡ് ആവണം എന്നേ ഉള്ളൂ. ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പേപ്പർ പീസിലും ഇതേപോലെ മാക്രോണീസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ 3 പീസിലും ഒട്ടിച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ഗ്ലൂ ഒക്കെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ. ഡ്രൈ ആയതിനു ശേഷം ഞാനിവിടെ സ്പ്രേ പെയിൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ യെല്ലോ, റെഡ് ആൻഡ് ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള സ്പ്രേ പെയിൻ്റാണ് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇത് ഡ്രൈ ചെയ്യാൻ വെക്കണം. ഡ്രൈ ആയതിന് ശേഷമുള്ള 3 പീസസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫോട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാനൊരു പ്രിൻറ്ററിൽ കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഫ്രെയിംസ് നമുക്ക് ഏത് ഫോട്ടോയാണോ വേണ്ടത് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു ലേ ഔട്ട്ലൈൻ വരച്ചു കൊടുത്താൽ മതി. നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു അളവിൽ നമ്മൾ ആ ഫോട്ടോസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഈ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഈ സെയിം രീതിയിൽ തന്നെ നമ്മൾ ബാക്കി 2 ഫ്രെയിമിലും കൂടി ഫോട്ടോ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ബീഡ്സ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അത് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇപ്പം ഞാൻ കുറച്ച് ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഗ്ലൂ എടുത്തിട്ട് എവിടെയാണോ നമുക്ക് ബീഡ്സ് ഒട്ടിക്കേണ്ടത് അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിലോട്ട് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെ നമ്മുടെ ഫ്രെയിംസിൻ്റെ വർക്ക്സൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഫ്രെയിം നമുക്ക് ഹാങ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മരത്തിൻ്റെ കമ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പൈപ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ആ മരത്തിൻ്റെ കമ്പ് ഞാനിപ്പോൾ ഇവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കെട്ടാൻ വേണ്ടി ചാക്കിൻ്റെ നൂലാണ് എടുത്തിരിക്കുന്നത്. ഈ നൂല് ഞാൻ വടിയുടെ 2 അറ്റത്തും ഇതേപോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇതിപ്പം വാളിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കെട്ടിയിരിക്കുന്നത്. ഇനി ഇതേ നൂല് തന്നെ നമ്മളൊരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഇത്തിരി ലെങ്ത്ത് കൂടുതലും ബാക്കി 2ഉം സെയിം ലെങ്ത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ലെങ്ത്ത് കുറഞ്ഞ 2 പീസും 2 അറ്റത്തുമായിട്ടും ലെങ്ത്ത് കൂടിയ നൂല് നടുക്കുമായിട്ടും ഇതേ രീതിയിൽ കെട്ടിക്കൊടുക്കണം. നമ്മൾ ഇങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ നൂലിലേക്കും ഒരു ബീഡ് ഇങ്ങനെ കോർത്ത് കൊടുക്കുവാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ് ചൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വുഡൻ്റെ ബീഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഓരോ നൂലിലേക്കും കോർത്ത് കൊടുക്കുന്നത്. ഈ ബീഡ്സ് കോർത്തതിന് ശേഷം നമ്മൾ ഈ ഓരോ നൂലിൻ്റെയും അറ്റത്തായിട്ട് കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുവാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുവാണ്. നമുക്ക് സാധാരണ ഗ്ലൂവും യൂസ് ചെയ്യാം. പക്ഷെ അത് ഒട്ടാൻ കുറച്ച് സമയം എടുക്കും. ഞാനിത് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയാണ് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇതേപോലെ 3 ഫോട്ടോസും നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഫൈനലായിട്ട് നമ്മൾ ഈ ഫ്രെയിംസ് കെട്ടിയിരിക്കുന്ന ഭാഗത്ത് കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കെട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. സോ ദാറ്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രെയിംസൊക്കെ നമ്മൾ ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട്. ശരിക്കും ഇതൊരു നല്ലൊരു ക്യൂട്ട് ക്രാഫ്റ്റ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടൈം മാക്രോണീസൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ കുറച്ച് മാക്രോണീസ് മാറ്റി വെച്ചിട്ട് ഈ ക്രാഫ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതാരും. ഇതേപോലെ
കൊച്ചു കൊച്ചു ക്രാഫ്റ്റുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. താങ്ക് യു.